നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഓപ്പറേഷൻ സിന്ദൂറിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അത് വിസ്മരിക്കാവുന്നതും അല്ല. എല്ലാവർക്കും അറിയാവുന്നതാണ് പഹൽഗാമിൽ പാക് തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കുരുതി. അതിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ മറുപടി. എന്തായാലും ഇന്ത്യ നൽകിയ മറുപടിയിൽ നിർണായക പങ്ക് വഹിച്ച യുദ്ധവിമാനമാണ് റാഫേൽ. ഇന്ത്യൻ തിരിച്ചടിയുടെ കരുത്തായ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇനി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണത്തിന് ഇത് പ്രധാന ചുവടുവയ്പ്പാണ്. ഇതിനായി ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും ഫ്രഞ്ച് പ്രതിരോധ വ്യോമയാന കമ്പനിയായ ഡെസോൾട്ട് ഏവിയേഷനും തമ്മിൽ ഉൽപാദന കൈമാറ്റ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസ്ലേജ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി ഡെസോൾട്ട് ഏവിയേഷനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റവും 4 ഉൽപാദന കരാറുകൾ ഒപ്പുവച്ചു. ആദ്യമായാണ് ഫ്രാൻസിന് പുറത്ത് റാഫേൽ ഫ്യൂസ്ലേജുകൾ നിർമ്മിക്കുന്നത്. വിമാനത്തിൻ്റെ ബോഡി എന്നാണ് ഫ്യൂസ്ലേജ് എന്ന് പറയുന്നത്. ഈ കരാർ അനുസരിച്ച് ഹൈദരാബാദിലെ TASL ഒരു അത്യാധുനിക നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കും. റാഫേലിൻ്റെ നിരവധി പ്രധാന ഭാഗങ്ങൾ ഇവിടെ നിർമ്മിക്കും. പിൻ ഫ്യൂസ്ലേജിൻ്റെ ലാറ്ററൽ ഷെൽ, മുഴുവൻ ഭാഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഉൽപാദന യൂണിറ്റ് 2028 സാമ്പത്തിക വർഷത്തിന് മുമ്പ് ആദ്യത്തെ ഫ്യൂസ്ലേജ് വിഭാഗം നിർമ്മിക്കാൻ തുടങ്ങും. കൂടാതെ പ്രതിമാസം 2 പൂർണ്ണ ഫ്യൂസ്ലേജുകളും വരെ വിതരണം ചെയ്യുന്നതിനായി ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയുടെ എയ്റോസ്പേസ് യാത്രയിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പങ്കാളിത്തമെന്ന് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ സുകരൺ സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾക്കുള്ള ഡെസോൾട്ട് ഏവിയേഷന്റെ ഉറച്ച പിന്തുണ അടിവരയിടുന്നതാണ് ഈ കരാറുകൾ ഒപ്പുവെച്ചതെന്നും ഡെസോൾട്ട് ഏവിയേഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഡെസോൾട്ട് ഏവിയേഷൻ 90-ലധികം രാജ്യങ്ങളിലായി 10,000-ലധികം സൈനിക സിവിൽ വിമാനങ്ങൾ, 2700 ഫാൽക്കൺ ജെറ്റുകൾ ഉൾപ്പെടെ വിതരണം ചെയ്തിട്ടുണ്ട്. വിമാന രൂപകൽപ്പന, ഉൽപാദനം, വിൽപ്പന, സാങ്കേതിക പിന്തുണ എന്നിവയിൽ വൈദഗ്ധ്യത്തിന് ആഗോള അംഗീകാരം നേടി. റാഫേൽ യുദ്ധവിമാനം, ബിസിനസ് ജെറ്റുകളുടെ പ്രീമിയം ഫാൽക്കൺ നിര, സൈനിക ഡ്രോണുകൾ, ബഹിരാകാശ സംവിധാനങ്ങൾ എന്നിവ ഇതിൻ്റെ പോർട്ട്ഫോളിയോയിൽ വ്യാപിച്ചിരിക്കുന്നു. 2024 കമ്പനി 6.2 ബില്യൺ യൂറോ വരുമാനം റിപ്പോർട്ട് ചെയ്യുകയും 14,600 തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കരാർ ഇന്ത്യയുടെ നിർണായകമായൊരു ചുവടുവയ്പായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.